വയറായിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. 4th ഇയർ ലോ സ്റ്റുഡൻറ്റിനെ അറസ്റ്റ് ചെയ്തു ഷർമിസ്ത പന്നോളി. സോ വൈ ഷി വാസ് അറസ്റ്റഡ്, എന്തിനാണ് പുള്ളിക്കാരെ അറസ്റ്റ് ചെയ്തത്, ലൈക്ക് എന്ത് വകുപ്പിലാണ് അറസ്റ്റ് ചെയ്തത്, എന്താണ് അതിൻ്റെ ഫാക്റ്റ് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ അതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് പറയാൻ പോകുന്നതിന് മുമ്പ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എ എന്താണെന്നും ആർട്ടിക്കിൾ 19 ക്ലോസ് 2 എന്താണെന്നും പറയാം. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് എയ്ക്കകത്ത് പറയുന്നുണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നമുക്ക് പറയേണ്ട കാര്യം പറയാം എന്ന് വെച്ച് നമുക്ക് എന്തും പറയാനുള്ള അധികാരമല്ല. കാരണം ആർട്ടിക്കിൾ 19 ക്ലോസ് 2 അതിൻ്റെ റെസ്ട്രിക്ഷനും പറയുന്നുണ്ട്. ലൈക്ക് ഇൻട്രസ്റ്റ് ഓഫ് സോവർജിനിറ്റി, ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റ്, പബ്ലിക് ഡീസൻസി, മൊറാലിറ്റി, ഇതിനെന്തെങ്കിലും കോട്ടം തട്ടുന്ന രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് എതിരെ കേസ് വരാൻ ഉള്ള ചാൻസ് ഉണ്ട്. സോ ആർട്ടിക്കിൾ മനസ്സിലായോ? സോ പുള്ളിക്കാരി ചെയ്ത് എന്താണെന്ന് പറയാം. മെയ് 14 പുള്ളിക്കാരി ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ട്. ആ പോസ്റ്റിനകത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ ഒരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബോളിവുഡ് സെലിബ്രിറ്റീസ് ഒന്നും ഓപ്പറേഷൻ സിന്ദൂറിനെ ആർമഡ് ഫോഴ്സിനെ സപ്പോർട്ട് ചെയ്തില്ല. മാത്രമല്ല പുള്ളിക്കാരി മുസ്ലിം കമ്മ്യൂണിറ്റിയെയും മുഹമ്മദ് പ്രൊഫറ്റിനെ പറ്റിയിട്ട് ഡിറോഗറേറ്ററി വേർഡ്സും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ആ ഒരു കമ്മ്യൂണിറ്റിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പേരിലാണ് പിന്നുണ്ടായിട്ടുള്ള എല്ലാ ഭൂകമ്പങ്ങളും. ലൈക്ക് വിത്തിൻ സെക്കൻഡ്സ് പുള്ളിക്കാരിയുടെ വീഡിയോ വളരെ വൈറലായി. പിന്നെ പുള്ളിക്കാരി ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും അപ്പോളജി ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വൈറലായതുകൊണ്ട് തന്നെ അതിന് മുമ്പേ പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ പേരിൽ മൾട്ടിപ്പിൾ FIR ചാർജ് ചെയ്തു. മഹാരാഷ്ട്ര, ഡൽഹി, വെസ്റ്റ് ബംഗാൾ എന്നുള്ള സ്റ്റേറ്റിലെല്ലാം മൾട്ടിപ്പിൾ FIR പുള്ളിക്കാരുടെ പേരിൽ ഫയൽ ചെയ്തു. അങ്ങനെ മെയ് 29 പുള്ളിക്കാരിയെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തത് മെയിൻലി ഹേർട്ടിങ് റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ ഹേർട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ടും പ്രൊമോട്ടിങ് എനിമിറ്റി ബിറ്റ്വീൻ ഗ്രൂപ്പ് ക്രിയേറ്റിംഗ് കമ്മ്യൂണൽ വയലൻസ്, ലൈക്ക് ഗ്രൂപ്പ്സുകൾ തമ്മിൽ ശത്രുത ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണൽ വയലൻസ് ആണ് പുള്ളിക്കാരി ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരിയെ അറസ്റ്റ് ചെയ്തത്. ലീഗൽ ചാർജസ് പുള്ളിക്കാരിയുടെ പേരിൽ സെക്ഷൻ BNS സെക്ഷൻസ് വരുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, പിന്നെ ഹെയ്റ്റ് സ്പീച്ച്, സൈബർ ക്രൈം, അങ്ങനെയുള്ള അതിലുള്ള പ്രൊവിഷൻസ് എല്ലാം വരുന്നുണ്ട്. സോ മെയിൻലി ഇവിടെ നടന്നെന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് സ്പീച്ചും ഫ്രീ സ്പീച്ചും തമ്മിലുള്ള ഡിഫറൻസിൽ ഉള്ളൊരു ഡിബേറ്റാണ് ശരിക്കും ഈ ഒരു കേസ് വന്നപ്പം നടന്നത്. ഇവരുടെ പേരിലുള്ള സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സെക്ഷൻ 196 ക്ലോസ് 1 ക്ലോസ് എ, 352, 353 ക്ലോസ് 1 ക്ലോസ് സി ഒക്കെയാണ് പുള്ളിക്കാരിയുടെ പേരിലുള്ള സെക്ഷൻസ്. പുള്ളിക്കാരി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ജൂൺ 13 വരെ ഷി വിൽ ബി ഇൻ ദ ജുഡീഷ്യൽ കസ്റ്റഡി. പുള്ളിക്കാരി ഇൻറ്റീരിയർ ബെയിലിന് അപ്ലൈ ചെയ്തു, പക്ഷെ അത് കിട്ടിയില്ല. സോ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ സേ വാട്ട് വി വാണ്ട്, നമുക്ക് പറയാനുള്ള എന്ത് നമുക്ക് പറയാം. പക്ഷേ അത് മറ്റുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലോ ആകരുത് പറയുന്നത്. ഇപ്പം ട്രോൾ വീഡിയോസിലൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിറ്റീസിനെ ഹേർട്ട് ചെയ്തത് വന്നു കഴിഞ്ഞാൽ അവരും ഇതുപോലെ വള്ളി പിടിക്കും. ലൈക്ക് നമ്മൾക്ക് പറയാൻ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉണ്ട് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ഉറപ്പായിട്ടും ഉണ്ട്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ക്യാൻ സേ എനിത്തിങ് ടു എനി വൺ എന്നല്ല. മറ്റുള്ള കമ്മ്യൂണിറ്റീസിനെ ഹേർട്ട് ചെയ്ത രീതിയിലൊന്നും പറയാതിരിക്കുക. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പുള്ളിക്കാരിയെ അറസ്റ്റ് ചെയ്യുന്നത് ശരിയായിരുന്നു, അതോ തെറ്റായിരുന്നു? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? ഒപ്പീനിയൻ പറയുന്നത് കൊണ്ട് തീരെ തെറ്റില്ല.